ദേഹമാസകലം ചുടലഭസ്മം പൂശി തലയോട്ടി മാലകൾ അണിഞ്ഞ് അർദ്ധനഗ്നരോ പൂർണ്ണനഗ്നരോ ആയി വാരാണസിയിൽ കണ്ടുവരുന്നവരാണ് അഘോരികൾ. സന്യാസിമാരായി മാത്രമാണ് അഘോരികളെക്കുറിച്ച് പൊതുസമൂഹത്തിന് ധാരണയുള്ളത്. എന്നാൽ ഇവരുടെ നിഗൂഢമായ വിസ്മയ കാഴ്ചകൾ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുകയാണ് കോഴിക്കോട്ടെ ഗുദാം ആർട്ട് ഗ്യാലറി. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഭാരതീയ സന്യാസിമാരാണ് അഘോരികളെന്നാണ് കേട്ടുകേൾവി. നിരവധി കഥകൾ അഘോരികളെക്കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിലും അതെല്ലാം എത്രമാത്രം ശരിയാണെന്നതിൽ വ്യക്തതയില്ല. സർവവും ശിവമയമായി കാണുന്ന ഈ സന്യാസി കൂട്ടത്തെക്കുറിച്ചുള്ള നിഗൂഢമായ വിസ്മയ കാഴ്ചകൾ സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുകയാണ് കോഴിക്കോട്ടെ ഗുദാം ആർട്ട് ഗ്യാലറി. ഫോട്ടോഗ്രാഫർ അൻഷാദ് ഗുരുവായൂരാണ് അഘോരികളുടെ ലോകത്തെ ഇതുവരെ കാണാത്ത അത്ഭുതപ്പെടുത്തുന്ന ചിത്രങ്ങൾ പകർത്തിയത്. 16 ദിവസത്തോളം വാരണാസിയിൽ താമസിച്ചാണ് ചിത്രങ്ങൾ എടുത്തതെന്ന് അൻഷാദ് പറയുന്നു. നമ്മളൊരു കൾച്ചറൽ ആർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ നമ്മുടെ ഇന്ത്യൻ കൾച്ചറൽ ആർട്ടും കൊണ്ടുവന്ന് വെച്ച് ഒരു വലിയ ഒരു പഠന കേന്ദ്രവും കൂടിയായി ഗുദാം മാറുക എന്നുള്ളതാണ്. അത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും ഇവിടെ എല്ലാ ടൈപ്പ് ഓഫ് കൾച്ചറൽ ആർട്ടും ഇഷ്ടപ്പെടുന്ന ആളുകൾ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു ത്രോട്ടിലാണ് നമ്മൾ ഈ ഒരു ആർട്ട് കഫേ തുടങ്ങുന്നത്. അസാധാരണ ആചാരാനുഷ്ഠാനങ്ങളും നിഗൂഢ ജീവിത രീതികളുമാണ് അഘോരികളുടേത്. ഏറ്റവും കൂടുതൽ ശവസംസ്കാരങ്ങൾ നടക്കുന്ന വാരണാസിയിലെ മണികർണിക ഘട്ടിൽ മോക്ഷത്തിലെത്താൻ കാത്തിരിക്കുന്ന നിരവധി അഘോരി സന്യാസികളെ കാണാനാകുമെന്നും അൻഷാദ് പറയുന്നു. ഞാൻ ഈ ഹരിചന്ദ്രിക ഘാട്ടിലും മണികർണിക ഘാട്ടിലൊക്കെ ഒബ്സർവ് ചെയ്ത് ഈ പറയുന്ന ഗംഗാ ആരതിയൊക്കെ എടുത്ത് അവിടെ എക്സ്പ്ലോർ ചെയ്ത് വീണ്ടും പഴയ 2018 ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസും അന്നുണ്ടായിട്ടുള്ള പരിചയത്തിലുണ്ടായിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ്ടും ഞാൻ കാശിയിലൂടെ ട്രാവൽ ചെയ്യുക ചെയ്ത് കാശിയിൽ ട്രാവൽ ചെയ്ത് അങ്ങനെ എനിക്ക് അവിടെ ഒരു 40 ദിവസം പഴക്കമുള്ളൊരു ഡെഡ് ബോഡി കളക്ട് ചെയ്യാൻ പറ്റി. കുറേ സ്കല്ലുകൾ കളക്ട് ചെയ്യാൻ പറ്റി. വീണ്ടും ഈ പറഞ്ഞ നമ്മുടെ നിഗൂഢതകളിലൂടെ സഞ്ചരിക്കാൻ പറ്റി. ഗുജറാത്തി സ്ട്രീറ്റിലെ ഗുദാം ആർട്ട് ആൻഡ് ആന്റിക് ഗ്യാലറിയിൽ 31 വരെയാണ് ചിത്ര പ്രദർശനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.